സല്യൂട്ട് സ്നേഹിതരെ. ആലപ്പുഴ ജില്ലയിൽ എന്നോടൊപ്പം ജോലി ചെയ്ത മിക്കവാറും എല്ലാ പോലീസ് ഓഫീസേഴ്സും വളരെയധികം നന്മ നിറഞ്ഞവരായിരുന്നു എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്തരം ഒരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു ദിവസം ഞാൻ ആലപ്പുഴയിലുള്ള എൻ്റെ ക്യാമ്പ് ഓഫീസ് എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുകയായിരുന്നു. അതായത് വീടും ആയിട്ട് ചേർന്നുള്ള ഒരു ഓഫീസാണ്. അവധി ദിവസങ്ങളിൽ അവിടെ ഇരുന്നാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഫുൾ സെറ്റപ്പ്, ഓഫീസിന്റെ പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഞാൻ അവിടെ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നിരിക്കുന്നു. പരാതിയുമായിട്ടാണ് എന്ന് പറഞ്ഞ് ഒരു പോലീസുകാരനും എന്ന് പറയുന്നത്, കൂടെ ഒരു കുഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരെ അകത്ത് വിളിച്ചു. ഒരു മുസ്ലിം സ്ത്രീ ആയിരുന്നു, പേര് ഭീമ എന്നാണ് പറഞ്ഞത്. വളരെ ഭംഗിയുള്ള ഒരു സ്ത്രീ, നല്ല വെളുത്ത് തുടുത്ത് ചെറിയ പൊക്കമൊക്കെ ആയിട്ട് നല്ലൊരു മുഖമുള്ള ഒരു സ്ത്രീ. അവര് തലയിൽ കൂടെ സാരിയൊക്കെ ഇട്ടിട്ട്, കൂട്ടത്തിലൊരു ആൺകുഞ്ഞാണ്, കണ്ട ഒരു 4-5 വയസ്സ് തോന്നിക്കും. അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇരിക്കാൻ വന്നപ്പോ ഇരിക്കാതെ നേരെ ഇങ്ങനെ മേശയുടെ അപ്പുറത്ത് പോയി എന്റെ അടുത്ത് വന്ന് നിന്നിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു, അയ്യോ അവിടെ ചെന്ന് ഇരിക്കൂ, എന്താ കരയുന്നു, എന്താ പ്രശ്നം, പറയൂ, അവിടെ ചെന്ന് ഇരുന്നോണ്ട് പറയാന്നു. ഇപ്പൊ അല്ല, എനിക്ക് നിന്നോണ്ട് പറഞ്ഞാൽ മതി മാഡം, എനിക്ക് ഇരിക്കാനുള്ള അർഹതയൊന്നുമില്ല, വളരെ ബുദ്ധിമുട്ടുള്ള കുടുംബത്തിലെയാണ് ഞാൻ. എന്റെ പേര് ഭീമ, ഇതെന്റെ 3ാമത്തെ മകനാണ്, നസീർ എന്നാണ് പേര്. മൂത്ത ഒരു മോളുണ്ട്, പിന്നെ ഒരു മകനുണ്ട്. ഈ കുട്ടിയെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും മാഡം എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 4-5 വയസ്സ് കാണും അല്ലേ. ആ കുട്ടിയും ഈ അമ്മയെ പോലെ തന്നെ വളരെ ക്യൂട്ടായിട്ടുള്ള വെളുത്തുണ്ട തടിച്ചു ഉരുണ്ട ഒരു നല്ല മുഖമുള്ള ഒരു കുഞ്ഞ്. അപ്പൊ ഞാൻ ചോദിച്ചു, 4-5 വയസ്സ് പ്രായം കാണുമല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ നല്ല മാഡം, ഇവന് 15 വയസ്സുണ്ട്. ഞാൻ 15 വയസ്സോ, എന്ത് പറ്റി ചോദിച്ചപ്പോൾ ജന്മനാ ഇങ്ങനെ 4 അവയവങ്ങൾക്ക് അസുഖമായിട്ട് ജനിച്ച കുഞ്ഞാണ്. ഈ കുഞ്ഞിന് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ അലയുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അലയുക. 1 മാസം അവനൊരു കുത്തിവയ്പ്പ് എടുക്കണം, ഹോർമോൺ ഇഞ്ചക്ഷനാണ്. ആ കുത്തിവയ്പ്പ് എടുക്കണമെങ്കിൽ ഒരു കുത്തിവയ്പ്പിന് തന്നെ 5000 രൂപ ചെലവുണ്ട്. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇങ്ങനെ പല ആൾക്കാരോടും ചെന്നിങ്ങനെ തെണ്ടി തിരിഞ്ഞ് നിവർത്തിയില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു നല്ലൊരു മാഡം SP ആയിട്ട് വന്നിട്ടുണ്ട്, എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഇവന് വേണ്ടി ഞാൻ എന്തും ചെയ്യും മാഡം എന്ന് എൻ്റെ അടുത്ത് ആ സ്ത്രീ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെ പറയല്ലേ, എന്തും ചെയ്യും എന്നിങ്ങനെ പോയി പറയാമോ ആരോടെങ്കിലും? ഞാനൊരു പുരുഷ ഓഫീസറാണ് ഇവിടെ യൂണിഫോം ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ വന്ന് എൻ്റെ അടുത്ത് ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി എന്തും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? എന്തായാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാതിരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറാണ്, മെഡിക്കൽ റെക്കോർഡുകളൊക്കെ നോക്കി പരിശോധിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെല്ലാം കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു എന്തെങ്കിലും ധനസഹായമാണ് പ്രതീക്ഷിക്കുന്നത്, എൻ്റെ ഭർത്താവ് പാരാലിസിസ് വന്ന് കിടക്കുകയാണ്, ഞങ്ങൾക്ക് വീടില്ല, ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കുടില് പോലെ കെട്ടി, ഒരു 3 സെന്റ് സ്ഥലം എങ്ങാനുണ്ട്, അതിലൊരു കുടില് പോലെ ഒരു ടെന്റ് വെച്ച് മറച്ച് കെട്ടി അതിനകത്താണ് ഞങ്ങൾ 3 കുട്ടികളും ഞാനും ഭർത്താവുമായിട്ട് താമസിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട് ഞാൻ പലയിടത്തും പോയി പല ജോലികളും ചെയ്യും. കുഞ്ഞുങ്ങളൊക്കെ ചെറുതാണ്, മോള് പഠിച്ചുകൊണ്ടിരിക്കുന്നു, മോനും പഠിക്കുകയാണ്. 2ാമത്തെ മോൻ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഏതൊരു ചൂളയിൽ പോയി ജോലി ചെയ്തിട്ട് കിട്ടുന്ന തുച്ഛമായ തുകയുണ്ട്. അങ്ങനെ അത് വെച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞാനും വീട്ടു ജോലിക്കൊക്കെ പോകാറുണ്ട്. പക്ഷേ ഈ കുഞ്ഞിന്റെ ഈ ചികിത്സയ്ക്കായിട്ട് ഞങ്ങൾ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയൊരു മനപ്രയാസമാണ് എന്നുള്ള മട്ടിൽ ആ സ്ത്രീ ഇങ്ങനെ നിരന്തരം അതിനെപ്പറ്റി തന്നെ പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറ്റുന്ന പോലെ സഹായിച്ചു. അതോടൊപ്പം ഞാൻ എൻ്റെ ആംഡ് റിസർവ്ഡ് ക്യാമ്പുണ്ട്, എല്ലാ പോലീസ് ജില്ലകളോടും അറ്റാച്ച് ചെയ്തിട്ട് ജില്ലാ SP കീഴിൽ AR ക്യാമ്പ് എന്ന് പറഞ്ഞൊരു സംവിധാനം അന്നുണ്ട്. അതിപ്പോ മാറി, അതിപ്പോ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടർ ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ചെറിയ നാമമാത്രമായ സംഘമായിട്ട് മാറി. പണ്ട് അത് വളരെ ഒരു 10,000 പോലീസുകാരെ അവിടെ നിർത്തി നമ്മൾ നിരന്തരം ട്രെയിനിങ് കൊടുത്ത് സജ്ജമാക്കി നിർത്തുമായിരുന്നു. പോലീസ് സ്റ്റേഷനുകളിൽ പോസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള പീരീഡാണ്. ആദ്യം പോലീസിലേക്ക് എടുക്കുമ്പോൾ അവരാദ്യം ട്രെയിനിങ് കഴിഞ്ഞിട്ട് പോകുന്നത് വിവിധ ബറ്റാലിയനുകളിലേക്കാണ്. ബറ്റാലിയനുകളിൽ ഒരു 7-8 വർഷം ജോലി ചെയ്ത ശേഷം അവർക്ക് ജില്ലകളിലേക്ക് വരാം. ജില്ലകളിൽ ആദ്യമായിട്ട് വരുമ്പോൾ ആംഡ് റിസർവ് ക്യാമ്പിലാണ് പോസ്റ്റ് ചെയ്യുക. ആംഡ് റിസർവ് ക്യാമ്പിലും സീനിയോറിറ്റി അനുസരിച്ചും പോലീസ് സ്റ്റേഷനിലെ വേക്കൻസി അനുസരിച്ചുമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമ്പ്രദായമായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. കുറച്ച് നാളായിട്ട് അതൊക്കെ മാറി. ഇപ്പൊ ഒരു SP സ്ട്രൈക്കിംഗ് ഫോഴ്സ് എന്നൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടർ ഫോഴ്സ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ ഒരു വലിയ സംവിധാനം ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു. SP ഓഫീസിന്റെ അടുത്ത് തന്നെ ജില്ലാ ആംഡ് പോലീസിന്റെ ആസ്ഥാനവും അതിന്റെ വലിയൊരു ട്രെയിനിങ് ഗ്രൗണ്ടും പോലീസ് ക്ലബ്ബും ഒക്കെ ആയിട്ട് ഭയങ്കര വലിയൊരു സംവിധാനം ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ അവിടെ ഞാൻ ചെന്ന് അവിടുത്തെ ACARനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ലേഡി ഉണ്ട്, അപ്പൊ നിങ്ങൾ അടുത്ത പരേഡിന്റെ സമയത്ത് അല്ലെങ്കിൽ കാറ്റക്കിസം ക്ലാസ് എടുക്കുമ്പോഴോ എപ്പോഴെങ്കിലും പരേഡിനോട് പറയൂ ഇങ്ങനൊരു
ഒരു സ്ത്രീ ഒരു ഭർത്താവ് പാരാലിസിസ് ആണ്, ഒരു കുഞ്ഞാണ്, ഈ കുട്ടിയെ വേണമെങ്കിൽ കാണിക്കൂ, എന്നിട്ട് പോലീസുകാർക്ക് പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കാൻ പറയൂ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ ഡിവൈഎസ്പിമാരെയും വിളിച്ച് പറഞ്ഞു. അങ്ങനെ അടുത്ത മാസത്തെ കുത്തിവയ്പ്പിന് പൈസ ഇല്ല, 2 മാസത്തെ കുത്തിവയ്പ്പ് അവര് മുടങ്ങി. അപ്പൊ കുഞ്ഞിന്റെ ചികിത്സ മുടങ്ങിക്കഴിഞ്ഞാൽ അത് തിരിച്ചടിയാവും എന്നൊക്കെയുള്ള ഒരുപാട് പരാതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലേഡി. എന്തുകൊണ്ടോ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് വലിയ സ്നേഹം തോന്നി. അപ്പൊ ഞാനതിനെ കൊച്ചുമോൻ, കുഞ്ഞുമോൻ എന്നൊക്കെയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. നസീർ എന്നുള്ള പേര് ഞാൻ അധികം ഉപയോഗിച്ചിരുന്നില്ല. കളിപ്പാട്ടം, ചോക്ലേറ്റ് അതൊക്കെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ 15 വയസ്സ്, മാനസികമായിട്ട് 15 വയസ്സുണ്ടെങ്കിലും ശാരീരികമായിട്ട് ഇത്രയും ചെറിയ ഒരു പ്രായമായതുകൊണ്ട് ഒരു വല്ലാത്ത വാത്സല്യം, കാണുമ്പോൾ ഒരു വല്ലാത്ത വാത്സല്യം തോന്നിയിരുന്നു. അപ്പം ഈ കുഞ്ഞ് പാവം ഇവരെ സഹായിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ പറയുകയും ഒരു മാസത്തിനകം ഒരു 25,000 രൂപ എല്ലാ പോലീസ് ഓഫീസേഴ്സും കൂടെ ചേർന്ന് സമാഹരിച്ചു കൊടുക്കുകയും ചെയ്തു. അത് അന്നത്തെ കാലത്ത് നല്ലൊരു തുകയാണ്, ഒരു കുഴപ്പമില്ലാത്ത ഒരു തുകയാണ്. അതിനുശേഷം പിന്നീട് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റു പല സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ശമ്പളത്തിന്റെ ഒരു ഭാഗം കൊടുക്കുക എന്ന് പറയുന്ന പോലെ അങ്ങനെ കൊടുത്തു. അതിനുശേഷം ഈ ലേഡിയുമായിട്ട്, ഭീമയുമായിട്ടും അവരുടെ കുടുംബവുമായിട്ടും ഞാനിങ്ങ് വല്ലാതെ അടുത്തു. അവരുടെ വീട്ടിൽ ഞാൻ വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ ഒരു കുടില് പോലെ ഒരു സ്ഥലമാണ്. അവിടെ ഞാൻ പോയി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഏറ്റവും വിദഗ്ധമായിട്ടുള്ള ഒരു ഡോക്ടറെ കൊണ്ട് തന്നെ, എൻഡോക്രൈനോളജിസ്റ്റ്, ആ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുത്തി എൻ്റെ ഹസ്ബൻഡ് അതിന്റെ ചികിത്സ മുഴുവനും ഒരു വലിയ പണച്ചെലവില്ലാതെ നടത്തുകയും കുത്തിവെക്കുന്ന, കാരണം വളരെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരാണല്ലോ. അപ്പൊ കുത്തിവെപ്പിന്റെ തുക മാത്രം, അത്യാവശ്യമുള്ളത് മാത്രം എടുക്കുകയും ബാക്കിയുള്ള മെഡിസിൻസ് ഒക്കെ മരുന്ന് കമ്പനികളോട് പറഞ്ഞിട്ട് സാമ്പിൾ മെഡിസിൻ ആയിട്ട് കിട്ടുന്നതും അതും അല്ലാത്തതും ഒക്കെ ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയും മറ്റു പല ഡോക്ടർമാരുടെ സഹായം ഉറപ്പാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് അടുത്ത ഇങ്ങനെ ഇടപഴകി പൊക്കോണ്ടിരുന്ന ഒരു നല്ല സമയമുണ്ട്. അപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥര് ഭീമയ്ക്ക് വേണ്ടി അകമഴിഞ്ഞ്, ഈ കുഞ്ഞിന് വേണ്ടി അകമഴിഞ്ഞ് സഹായിച്ചു എന്നുള്ളത് എനിക്ക് ഒരുപാട് ഓർക്കുമ്പോഴൊക്കെ വലിയ ചാരിതാർത്ഥ്യം തോന്നുന്ന കാര്യമാണ്. ഔദ്യോഗിക ജോലികൾ ഓടി നടന്ന് ചെയ്യുന്നതിന്റെ ഇടയിലൂടെ തന്നെ ഇങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ കാര്യങ്ങളും കൂടെ ചെയ്യാൻ അവർ കാണിച്ച മനസ്സിനെ എനിക്ക് തോന്നുന്നു എത്ര പ്രശംസിച്ചാലും മതിയാവില്ല എന്ന് തോന്നുന്നു. വളരെ പെട്ടെന്നായിരുന്നു നസീറിന്റെ ചികിത്സയുടെ ഫലം കണ്ടു തുടങ്ങിയത്. അപ്പൊ നേരത്തെയുള്ള ചികിത്സ ഫലപ്രദമല്ലായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്, ആയിരുന്നു. കാരണം കുഞ്ഞിന് ഇത്രയും അവയവങ്ങൾക്ക് കുഴപ്പമുണ്ടെങ്കിൽ ചികിത്സ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ചിലപ്പോൾ അത് പോകും. അങ്ങനെ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുകയും കുഞ്ഞിന് പെട്ടെന്ന് വളരുകയും ചെയ്തു. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസങ്ങൾ, 5-6 മാസങ്ങൾ കൊണ്ട് തന്നെ അതിന്റെ ശരീരം പെട്ടെന്ന് പുഷ്ടിപ്പെടാനും വളരാനും പൊക്കം വെക്കാനും കുറച്ചും കൂടെ വലുതാവാനും ഒക്കെ തുടങ്ങി. അപ്പം പിന്നെ ഞാൻ പറഞ്ഞ സ്കൂളിൽ ചേർക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സ്കൂളിൽ കൊണ്ട് ചേർക്കുകയും പഠിപ്പിക്കുകയും തുടർന്ന് പഠനമൊക്കെ ഉറപ്പാക്കുകയും ചെയ്ത് അതങ്ങനെ പഠിക്കാനും തുടങ്ങി. അപ്പൊ പഠിത്തത്തിന്റെ ഇടയിലൂടെ ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിൽ പോകാൻ ലീവ് കൊടുക്കാൻ ഞാൻ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ അവരുടെ വീട്ടിൽ പോകുമ്പോൾ ഇല്ലാത്തതാണെങ്കിലും അവർ കാപ്പിയും ചായയും ഒക്കെ ഇട്ട് തരികയും അടുത്തുള്ള വീട്ടുകാരെ വിളിച്ച് കാണിക്കുകയും അടുത്ത് ഓടി പോകുന്ന കൊക്കിനെ പിടിച്ച് എൻ്റെ മോന്, ഒരു കൊക്കിനെയൊക്കെ പിടിച്ച് എൻ്റെ മോന് കളിക്കാനായിട്ട് സമ്മാനമൊക്കെ ആയിട്ട് കൊണ്ട് തരികയും, എന്നെ കൊക്ക് പിന്നെ ചത്തുപോയി, അത് അവശ്യ നിലയിൽ എവിടെയോ കടന്നിരുന്ന കൊക്കാണെന്ന് തോന്നുന്നു. അപ്പൊ അവരങ്ങനെയുള്ള ഒരു നല്ല ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഈ കുറച്ചു നാൾ കഴിഞ്ഞ ശേഷം എനിക്കൊന്ന് 7-8 മാസത്തോളം അങ്ങനെ ധനസഹായം അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പതുക്കെ പോയി. ഒരു ദിവസം ഭീമ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം ഭയങ്കര സന്തോഷം അവരുടെ ശബ്ദത്തില്. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി ഭീമ? മാഡം എനിക്കൊരു വലിയ സന്തോഷ വാർത്ത പറയാനുണ്ട്. എല്ലാവരുടെ മുമ്പിലും കൈനീട്ടി തളർന്നിരിക്കുവാ ഞാൻ. ഇനിയൊക്കെ എങ്ങനെ ആൾക്കാരോട് ചോദിക്കും, ഈ ജില്ലയിൽ ഞാൻ അടുത്ത ജില്ലയിൽ പോകണം, മറ്റേ ജില്ലയിൽ പോകണം, ഇനി ആരുണ്ട് കൈനീട്ടാൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പടച്ചോൻ തന്നെ ഒരു സഹായമായിട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മോനെയും കൊണ്ട് ചികിത്സയ്ക്ക് പോയിട്ട് ആലപ്പുഴ നിന്ന് തിരിച്ചു വന്ന് ബോട്ട് ചെട്ടിയുടെ അടുത്ത് ഞാൻ നിന്നപ്പോൾ അവിടെ കാല് വയ്യാത്ത ഒരാള് എന്റെ നേരെ ഒരു ലോട്ടറി ടിക്കറ്റ് നീട്ടിയിട്ട് പറഞ്ഞു, ഇത് അവസാനത്തെ ടിക്കറ്റാ ചേച്ചി, ഒന്ന് എടുക്കുവോ, എന്റെ അത് കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോകാമല്ലോ എന്ന് പറഞ്ഞു. സന്ധ്യയോട് അടുപ്പിച്ച സമയമായിരുന്നു. അപ്പൊ എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു. എന്നാലും ഞാൻ എന്റെ കയ്യിലുള്ള 10 രൂപ അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ഈ ലോട്ടറി ടിക്കറ്റ് വാങ്ങിച്ച് ബാഗിലിട്ടു. ഇന്ന് റിസൾട്ട് അറിഞ്ഞപ്പോൾ എനിക്ക് ഒന്നാം സമ്മാനം 25 ലക്ഷം രൂപയും കാറും എനിക്കാണ്, ഞാൻ എടുത്ത ലോട്ടറി ടിക്കറ്റിനാണ് കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ ആദ്യമായിട്ട് വിളിച്ച് മാഡത്തിനെ അറിയിക്കുകയാണ്. ഇനിയിപ്പോൾ എൻ്റെ ജീവിതം മുഴുവനും പച്ച പിടിച്ച് നല്ലതായിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞു, ഭയങ്കര സന്തോഷം ഭീമ, അതായത് ദൈവം ശരിക്കും അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവം അനുഗ്രഹിച്ചതിന്റെ കൂടെ അതിപ്പോ ദൈവത്തിന്റെ പോലെ എനിക്ക് മാഡത്തിനെ നേരത്തെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ മാഡത്തിന് ചെയ്യാൻ പറ്റുന്നതിലൊരു അതിലുണ്ടല്ലോ. അപ്പൊ ഇനി എപ്പോഴും ശല്യപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള പല വിഷമങ്ങളും എന്നെ അലട്ടിയിരുന്നു. ഇനിയിപ്പോ എനിക്ക് സന്തോഷമായിട്ട് ഈ രൂപ വെച്ചിട്ട് എനിക്ക് പല വീട് വെക്കാം, കുട്ടികളുടെ പഠിത്തം, എൻ്റെ മൂത്ത മോള് കല്യാണപ്രായത്തിൽ നിൽക്കുന്നു, അവളെ കെട്ടിച്ച് വിടാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എന്നോട് പങ്കുവെച്ചു.
ഞാൻ അവരോട് പറഞ്ഞ് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പൈസ ഒരുപാട് ആൾക്കാർ ലോട്ടറി അടിച്ചു എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് കൂടും. അപ്പോൾ അവർക്കൊന്നും വളരെ സൂക്ഷിച്ച് ആരുടെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് വല്ല വിദഗ്ധരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം ചിലവാക്കാൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതിന് ശേഷം അവർ വീട് വെച്ചു. ആയിരുന്ന സ്ഥലത്ത് തന്നെ നല്ലൊരു വീട് വെച്ചിട്ട് അതിനകത്ത് വീടിന്റെ പാല് കാച്ചിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന്റെ സഹായത്തിന് വേണ്ടി ഞാൻ എൻ്റെ കുടുംബത്തിലും എൻ്റെ കുടുംബ സുഹൃത്തുക്കളോടും ഒക്കെ പറഞ്ഞിട്ട് നേരത്തെ ഒരുപാട് കാശ് പല സ്ഥലത്ത് അമേരിക്കയിലുള്ള എൻ്റെ ഒരു കുടുംബ സുഹൃത്ത് ജോൺ മുക്കടയ്ക്കൽ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹവും അവിടുന്ന് പൈസ $500 ഒക്കെ അയച്ച് ആ സമയത്ത് കൊടുക്കുമായിരുന്നു ഇവിടെ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ചികിത്സ എൻ്റെ ഇതുകൊണ്ട് ഇടപെടൽ കൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഞാനും ജോണിയുടെ ഫാമിലിയും ഒക്കെ കൂടെ ചേർന്നാണ് ഇതിന് പോയത്, വീടിന്റെ പാലുകാച്ചിന് പോയത്. അപ്പൊ ആ സമയത്ത് ഒരു വളരെ സന്തോഷം. അങ്ങനെ മോളുടെ കല്യാണം ആർപ്പാടമായിട്ട് നടത്തി. ഒരു ബസ് ഡ്രൈവറോ ഒക്കെ ബസ് കണ്ടക്ടറോ ഡ്രൈവറോ ഒക്കെ ആയിട്ട് നടത്തി. അതും വളരെ ഹസീന എന്നാണ് ആ കുട്ടിയുടെ പേര്. നല്ല രീതിയിൽ ആഭരണമൊക്കെ കൊടുത്ത് ഒരു പ്രശ്നവും ഇല്ലാതെ കല്യാണം നടത്തിച്ചു. മൂത്ത മോന് കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞ് ഈ പയ്യൻ നസീർ കുറേ വളർന്ന് വലുതായിട്ട് ഇപ്പോൾ അവനും വിവാഹം കഴിച്ച ഒരു കുഞ്ഞും ഉണ്ട് ഇപ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു നന്മ എന്ന് പറയുന്നതിന്റെ തുടക്കവും ആലപ്പുഴ ജില്ലയിൽ നിന്ന് വന്നതാണ്. അതിലേറ്റവും എനിക്ക് തോന്നുന്നു മനസ്സിനെ വിചിത്രമായിട്ട് തോന്നി, അല്ലെങ്കിൽ വളരെ എന്താണ് ഒരു സന്തോഷമായിട്ട് വിസ്മയകരമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടി അലഞ്ഞ് കരഞ്ഞ് വിഷമിച്ച് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്ന ഒരു ലേഡിക്കാണ് കുറെ നാളുകൾക്ക് ശേഷം പെട്ടെന്ന് ഒരു ദൈവാനുഗ്രഹം പോലെ ലോട്ടറി അടിച്ചത്. അപ്പൊ അന്ന് ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 12 ലക്ഷം 13 ലക്ഷം രൂപ എങ്ങാണ്ട് അവർക്ക് കിട്ടിയിരുന്നു. അപ്പം രൂപ കിട്ടിക്കഴിഞ്ഞ ശേഷം അവർ കാറ് വിൽക്കുകയും എറണാകുളത്ത്, അപ്പോഴേക്കും എനിക്ക് അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് ഞാൻ എറണാകുളത്ത് പോയിരുന്നു. അപ്പൊ എറണാകുളത്ത് വന്ന് മോളുടെ കല്യാണം നടത്തുന്നതിന് മുമ്പായിട്ട് എന്നെയും വിളിച്ചുകൊണ്ട് പോയി ഒരു ഭക്ഷണം വാങ്ങി തരികയും എനിക്കൊരു നിർബന്ധിച്ച് എനിക്കൊരു സാരി വാങ്ങി തരികയും ചെയ്തതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അതുപോലെ ഒരു നല്ല കാര്യം ആലപ്പുഴ ജില്ലയിൽ വെച്ച് നടന്നത് വളരെ എപ്പോഴും ഞാൻ മനസ്സിലിങ്ങനെ അത് ഓർക്കാറുണ്ട്. സസ്നേഹം, ശ്രീലേഖ.